ആധുനിക വിദ്യാഭ്യാസം പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. വിദ്യാഭ്യാസത്തിൻ്റെ ഉൽപ്പത്തി എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? പ്രാചീന മനുഷ്യരെ എഴുതാൻ പഠിപ്പിച്ചതാരാണ്? സംസാരിക്കാൻ പഠിപ്പിച്ചതാരാണ്? അവനെ വേട്ടയാടാനും ജീവിക്കാനും പഠിപ്പിച്ചതാരാണ്? അപ്പോൾ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി എവിടെയാണ്? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇന്നത്തെ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം അപ്രസക്തമാണെന്ന്. പിന്നെ എന്താണ് വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നത്? വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം എങ്ങനെ ആയിരിക്കണം? 5 വഴികളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ വഴി, നമ്മൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടത് പരിണാമം സംഭവിച്ചിട്ടുള്ള വിദ്യാഭ്യാസമാണ്. 100 കൊല്ലം മുമ്പ് കാലഹരണപ്പെട്ടു പോയ വിദ്യാഭ്യാസ രീതിയേക്കാൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വിദ്യാഭ്യാസമാണ്. എഞ്ചിനീയറിംഗ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രാക്ടിക്കൽ വിദ്യാഭ്യാസമാണ് വേണ്ടത്. ഈ പ്രാക്ടിക്കൽ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ സെമിനാറിലൂടെയും പ്രൊജക്റ്റിലൂടെയും അതുപോലെ തന്നെ അവരുടെ ഇൻറ്റേൺഷിപ്പിലൂടെയും ട്രെയിനിങ്ങുകളിലൂടെയും വളർത്തിയെടുക്കുന്ന വിദ്യാഭ്യാസം. ഇത് പറയാണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ പുറത്ത് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു കുട്ടിയെ കണ്ടു. 9.8 ആണ് അവളുടെ CGPA. അവൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ് പഠിക്കുന്നത്. എന്താ ചെയ്യുക? സോൾഡറി അറിയില്ല. ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് ഫ്യൂസ് കെട്ടാൻ പോലും അറിയില്ല. എന്തുണ്ടാവുന്നത്? സ്വന്തം വീട്ടിലെ മോട്ടർ നാശമായാൽ പോലും പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ട അവസ്ഥ. എന്തിന്? ഫ്യൂസ് പോയാൽ പോലും പുറത്തുനിന്ന് ഇലക്ട്രീഷ്യൻ വന്ന് റെഡിയാക്കണം. മോനെന്താ ചെയ്യുന്നത്? മോൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ കാലത്തെ വിദ്യാഭ്യാസം. അത് മാറി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് അവരുടെ ഉള്ളിലുള്ള കഴിവിനെ ഉണർത്തിയെടുക്കാൻ, അവരുടെ പ്രൊജക്റ്റ് അവർ സ്വയം ചെയ്യാൻ തയ്യാറാവണം. അങ്ങനെ തയ്യാറാക്കുന്നതായിരിക്കണം അവരുടെ വിദ്യാഭ്യാസം. ഫൈനൽ ഇയറിൽ അവർ സബ്മിറ്റ് ചെയ്യുന്ന അവരുടെ പ്രൊജക്റ്റ് എന്ന് പറയാൻ സാധിക്കണം. അതായിരിക്കണം ആ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. രണ്ടാമത്തെ പോയിന്റ്, പ്രാഥമിക വിദ്യാഭ്യാസം, പ്രൈമറി എഡ്യൂക്കേഷൻ മൂല്യാധിഷ്ഠിതമായിരിക്കണം. ഞാൻ പറഞ്ഞത് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ, ചെറുപ്പത്തിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം. A for apple, B for bat, അല്ലെങ്കിൽ I wake up in the morning, I brush my teeth, I ate my breakfast, I took my bath and I go to school. ഇതൊക്കെ പഠിപ്പിക്കണം. ഇതൊക്കെ പിള്ളേർ പഠിക്കും വേണം. അതിൻ്റെ കൂട്ടത്തിൽ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നും കൂടി പഠിക്കണം. മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം, അവരെങ്ങനെ ബഹുമാനിക്കണം എന്ന് പഠിക്കണം. ഒരു സമൂഹത്തിൽ എങ്ങനെ അവൻ ജീവിക്കണം എന്ന് പഠിക്കണം. പണ്ടൊരു വിദ്യാഭ്യാസ രീതി ഉണ്ടായിരുന്നു. ഗുരുവിൻ്റെ വീട്ടിൽ പോയിട്ട് വിദ്യ അഭ്യസിച്ചിരുന്ന രീതി. അന്ന് ഗുരു പഠിപ്പിച്ചിരുന്നത് അവനെങ്ങനെ ജീവിക്കണം, അവനെങ്ങനെ ഒരു കുടുംബം നോക്കണം, അവനെങ്ങനെ അധ്വാനിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ മെറ്റാഫിസിക്സ് വരെ പഠിപ്പിച്ചിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഗ്ലോബലി വിദ്യാഭ്യാസം ചുരുക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ നഷ്ടപ്പെട്ടു പോകുന്ന ആ കാര്യങ്ങളുടെ കൂട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണ്? അവർക്ക് അവരുടെ ഇമോഷൻസിനെ, അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. സന്തോഷത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. വിഷമാണെങ്കിൽ വിഷമത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പ്രതികാരം പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ അവരുടെ ഇമോഷൻസാണ്. ഇതിനൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവർ എല്ലാം എൻഡിലാണ് ചിന്തിക്കുന്നത്. എല്ലാം എക്സ്ട്രീം എൻഡിലാണ്. വിഷമം വരാണെങ്കിൽ ആത്മഹത്യ, സന്തോഷം വരാണെങ്കിൽ അതിൻ്റെ ഏറ്റവും എൻ്റെ ഏതാണ് അത്. ഇത് രണ്ടിൻ്റെയും ഇടയിൽ ഇതിനെങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് പോലും അറിയുന്നില്ല. അവിടെയാണ് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തിയുള്ളത്. ഈ ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി എവിടെയാണ്? മൂന്നാമത്തെ പോയിന്റ് അത് തന്നെയാണ്, എക്സാംസ്. നമ്മുടെ ഓർമ്മശക്തിയെ പരീക്ഷിച്ച് എഴുതുന്ന എക്സാംസിനേക്കാൾ നമുക്ക് വേണ്ടത് ഓപ്പൺ ബുക്ക് എക്സാംസ് വരട്ടെ. തുറന്ന് വെച്ച് പരീക്ഷ എഴുതിയാൽ എന്താ പ്രശ്നം? നമുക്ക് കാണാണ്ട് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, അതുപോലെ ഗുണനപ്പട്ടിക, കൂട്ടാനും കുറയ്ക്കാനും അക്ഷരങ്ങൾ, അതുപോലെ തന്നെ ചെറിയ ബേസിക് ഇക്വേഷൻസ്. ഇതൊക്കെ കാണാണ്ട് പഠിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ എല്ലാം കാണാണ്ട് പഠിക്കണം എന്ന് പറയുന്നതിലാണ് തെറ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ കോഴ്സ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി, ഞാൻ എല്ലാം കാണാണ്ട് പഠിച്ച് പോകുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. എനിക്ക് എല്ലാം ഞാൻ പഠിച്ചതിൽ നിന്ന് എനിക്ക് തൊഴിൽ മേഖലയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഓരോ കൊല്ലവും നിങ്ങളുടെ തൊഴിൽ മേഖല മാറിക്കൊണ്ടിരിക്കുക. പണ്ട് പഠിച്ച ഇലക്ട്രീഷ്യൻ അല്ല ഇന്നത്തെ ഇലക്ട്രീഷ്യൻ. പണ്ട് പഠിച്ച ഇലക്ട്രോണിക്സ് അല്ല ഇന്നത്തെ ഇലക്ട്രോണിക്സ്. പണ്ട് പഠിച്ച മെഡിക്കൽ അല്ല ഇന്നത്തെ മെഡിക്കൽ. കാരണം എല്ലാം മാറിക്കൊണ്ടിരിക്കുക. ആ മാറിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് നിങ്ങൾ പഠിച്ചത് മാറുന്നുണ്ടോ? നിങ്ങൾ കാണാണ്ട് പഠിച്ചത് മാറ്റാൻ നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഗൂഗിളിൽ റെഫർ ചെയ്യും, അല്ലെങ്കിൽ എന്താണ് സോഴ്സ് അതിൽ നിന്ന് റെഫർ ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കി എഴുതാം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കി എഴുതാം അല്ലേ? അപ്പോൾ എന്താ, പരീക്ഷയ്ക്ക് നമുക്ക് നോക്കി എഴുതാൻ പാടില്ലേ? അപ്പുറത്തോടെ നോക്കി എഴുതുന്നുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബുക്ക് തുറന്ന് വെച്ച് എഴുതുന്നതിൽ അപ്പോൾ എന്താണ് തെറ്റ്? നമ്മൾ ജോലി കിട്ടുമ്പോൾ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെന്താ തെറ്റ്? അങ്ങനെ ഒരു വിദ്യാഭ്യാസ രീതി കൊണ്ടുവരാൻ നിങ്ങളെന്തോ മടിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ എല്ലാം പഠിപ്പിക്കും, എല്ലാം കാണാണ്ട് പഠിപ്പിക്കും, എന്നിട്ട് ഏറ്റവും നന്നായി ഛർദ്ദിപ്പിക്കും. ആ ഛർദ്ദിപ്പിച്ചിട്ട് അതിൽ നിന്ന് മാർക്ക് കൊടുക്കും എന്ന് പറയുന്നതിൽ ലോജിക്കുണ്ടോ? ലോജിക്കില്ല. അതാണ് എൻ്റെ മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത്,
ടീച്ചേഴ്സ് സ്റ്റുഡൻസ് റിലേഷൻ. ടീച്ചർമാരെന്തോ സുപ്രീം പവേഴ്സ് അല്ല. ടീച്ചർമാർ അറിവ് ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ള ആൾക്കാരായിട്ട് പെരുമാറണം. കാരണം ഞാൻ ചില ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, സ്കൂളൊരു ബിസിനസ് സ്ഥാപനമാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു കടയാണെന്ന് വിചാരിക്കും. നമ്മൾ അറിവ് കിട്ടാൻ വേണ്ടി പോകുന്നൊരു കടയാണെന്ന് വിചാരിക്കും. നമ്മൾ അറിവ് കിട്ടാനാണ് പോകുന്നത്. നമ്മളാരാ? കസ്റ്റമേഴ്സ്. ഫീസ് കൊടുക്കണില്ലേ? 5-6 ലക്ഷം ഡൊണേഷൻ കൊടുത്തിട്ട് ചേരുന്ന സ്കൂൾസ് ഉണ്ട്. അപ്പോൾ നമ്മളാരാ? നമ്മളാണ് കസ്റ്റമേഴ്സ്. ഞാൻ കേട്ടിട്ടുണ്ട്, കസ്റ്റമർ ഈസ് ഓൾവേസ് കിങ്. കസ്റ്റമർ കിങ്ങാണ് അല്ലേ? കസ്റ്റമറാണ് ഓണറിനേക്കാളും വലുത് അല്ലേ? കസ്റ്റമർ ഇല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു കച്ചവട സ്ഥാപനം അവിടെ ഉണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് ടീച്ചേഴ്സിനോട്? അല്ലല്ലോ. നമ്മൾ അറിവിനായിട്ട് വെമ്പുന്ന ഹൃദയവുമായിട്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മളോട് പറയാണ്, ഞാൻ പറയണത് പോലെ കേട്ടാൽ മതി. ഇവിടെ ഞാനാണ് വലിയ ആൾ. ഇവിടെ ഞാൻ പറഞ്ഞു തരും നിനക്ക് എന്താ വേണ്ടേ. അത് ഞാൻ തരണത് നീ കഴിച്ചാൽ മതി. അല്ലാതെ നീ ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട. നിനക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയണ്ട. ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്, അത് നീ മേടിച്ചേ പറ്റൂ. അത് മേടിച്ചിട്ട് പോയാൽ മതി. അതെന്തർത്ഥമാണുള്ളത്? പിന്നെ ടീച്ചേഴ്സ് പലതരത്തിലുണ്ട്. എല്ലാ ടീച്ചേഴ്സും ഇങ്ങനെയാണെന്നൊന്നും ഞാൻ പറയില്ല. എന്നെ ഒരുപാട് നല്ല ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നെ +2 പഠിപ്പിച്ച മലയാളം മാഷ്, അതുപോലെ തന്നെ എന്നെ JTCയിൽ പഠിപ്പിച്ച ഗ്രാഫിക്സിൻ്റെ സാറ്, ഇവരൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരുപാട് നല്ല സാറുമാരുണ്ട്, ഒരുപാട് നല്ല ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ കൂട്ടത്തിൽ ചിലർക്ക് അവർ പഠിച്ചു വന്ന രീതിയിലൂടെ വിദ്യാർത്ഥികളെ കൊണ്ടുപോകണമെന്ന് ചിലർക്ക് നിർബന്ധമാണ്. പിന്നെ ചില കാര്യങ്ങൾ അവർക്ക് തുറന്നു പറയാൻ മടിയാണ്. വിദ്യാർത്ഥികളോട് ഇത് പറഞ്ഞാൽ അവരുടെ ഇമേജ് എന്താവും, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എന്താണ് ഇവരെ പറ്റി വിചാരിക്കുക. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ 9ാം ക്ലാസ്സിൽ ചില പുസ്തകങ്ങളുണ്ട്. 9ാം ക്ലാസ്സിലെ പാഠത്തിൽ ചില പാഠഭാഗങ്ങൾ ടീച്ചേഴ്സ് വരും, എന്നിട്ട് പറയാണ് നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാവും. അത് ഞാനീ പ്രത്യേകിച്ച് അത് പറയുന്നു വേണ്ടല്ലോ, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ സംഭവം സെക്സ് എഡ്യൂക്കേഷനാണ്. ആ സംഭവത്തെ പറ്റിയിട്ട് പറയാൻ ടീച്ചേഴ്സിന് മടിയാണ്. നമ്മളെന്താ ചെയ്യുക? നമുക്ക് വീട്ടിൽ ചോദിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? നമ്മൾ കേട്ടിട്ടുള്ളത് ടീച്ചേഴ്സ് പറയാണ് ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന സംഭവമാണ്. പിന്നെ കൂട്ടുകാർ പറയുമ്പോൾ പതുക്കെ പറയുന്ന രഹസ്യമാണ്. ഏത്? സെക്സ് എഡ്യൂക്കേഷൻ. അയ്യോ, എന്തോ സംഭവമാണ്, ഇത് വലിയൊരു സംഭവമാണ്. ഇതിങ്ങനെ ഞാൻ വീട്ടിൽ ചോദിക്കുക. അപ്പോൾ അവരെന്നെ പറ്റി എന്താ വിചാരിക്കുക? ടീച്ചറുടെ മുഖത്തൊരു ജാള്യത കാണും. ഇതൊക്കെ കണ്ട് വളർന്നിട്ടുള്ള നമുക്ക് ടീച്ചേഴ്സിനോടൊന്നും തുറന്നു പറയാൻ പറ്റുന്നില്ല. നമ്മുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ പറ്റുന്നില്ല. ഇത് തന്നെയാണ് അവരെ ഈ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്നത്. വിഷാദത്തിലേക്ക് കൊണ്ടുവരുന്ന മെയിൻ കാരണം എന്താ? അവർക്കൊന്നും തുറന്നു പറയാൻ പറ്റുന്നില്ല. അവരെന്തെങ്കിലും ഹറാസ്മെൻറ്റ് അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഉച്ചനീചത്വങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം എന്താ? അവരത് ശീലിച്ചിട്ടില്ല. അപ്പോൾ ടീച്ചേഴ്സ് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ട് കൂട്ടുകാരെ പോലെ ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചാൽ ടീച്ചേഴ്സിന് ഒരുപാട് അറിവ് ലഭിക്കുകയുള്ളൂ. കാരണം വിദ്യാർത്ഥികൾ അത്ര അപ്ഡേറ്റഡ് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ. അവരൊക്കെ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. ടീച്ചേഴ്സ് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആവാൻ ശ്രമിക്കുക. എൻ്റെ 5ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സപ്പോർട്ട് ഹോം സ്കൂളിംഗ്. ഹോം സ്കൂളിംഗ് എന്തോ തെറ്റാണെന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ വിചാരം. ഹോം സ്കൂളിംഗ് എന്താണെന്നറിയില്ലേ? വീട്ടിലിരുന്ന് പഠിക്കുക. ഒരുപാട് പേരുണ്ട് അങ്ങനെ പഠിച്ചവർ. അവർക്ക് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവില്ല, സമൂഹത്തിന് വലിയ സാധനം ഉണ്ടാവില്ല, പക്ഷേ അവർ വലിയ സയൻറ്റിസ്റ്റുകളാടോ. ഐൻസ്റ്റീൻ എന്തോ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഐൻസ്റ്റീൻ ശാസ്ത്രജ്ഞനായതിനു ശേഷം സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും. അല്ലാതെ അതിന് മുമ്പ് അദ്ദേഹത്തിന് എന്താ ഉള്ളത്? എഡിസൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? തോമസ് ആൽവ എഡിസൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്താ ഉള്ളത് ആളുടെ കയ്യിൽ? അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല, സർട്ടിഫിക്കറ്റായിട്ട് ഒന്നുമില്ല. അദ്ദേഹം ഒക്കെ സ്വയം പഠിച്ചതാ. അതുപോലെ പുറത്തൊക്കെ ഒരുപാട് പേര് ഹോം സ്കൂളിംഗ് നടത്തുന്നവരുണ്ട്. നമ്മുടെ നാട്ടിൽ ഹോം സ്കൂളിംഗ് നടത്തുകയെന്ന് പറഞ്ഞാൽ എന്തോ തെറ്റാണ്. ആ ചിന്താഗതി മാറണം. നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഹോം സ്കൂളിങ്ങിനെ. വിദ്യാലയം, സ്കൂള് വീട്ടിലേക്ക് വരുന്ന അത്രയും നല്ലൊരു അനുഭവം വേറെ ഉണ്ടോ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കില്ല ഒറ്റയ്ക്ക്. അങ്ങനെ പറ്റുന്നവർ അങ്ങനെ പഠിക്കുക. ഒരുപാട് പേര് അങ്ങനെ തന്നെ പഠിച്ച് വളരുക. അല്ലാതെ എല്ലാം സ്കൂളിൽ പോയേ പഠിക്കൂ, എല്ലാം സ്കൂളിലൂടെ പഠിക്കുന്നു പറഞ്ഞത് വളരെ മണ്ടാശയാട്ടോ. കാരണം സ്കൂളിൽ പകുതിയും പഠിപ്പിക്കുന്നില്ല. ഇനി സിസ്റ്റമൊക്കെ മാറിയതിന് ശേഷമാണെങ്കിൽ നമുക്കൊരു കൈ നോക്കാം. അല്ലാതെ എല്ലാ സ്കൂളിൽ പോയിട്ട് പഠിക്കാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. കാരണം പുറത്തിറങ്ങിയ ഇന്ന് C പഠിച്ച് പുറത്തിറങ്ങണവന് ഇവിടെ നേരിടാനുള്ളത് എത്ര ലാംഗ്വേജാണെന്നറിയോ? കമ്പ്യൂട്ടർ സയൻസിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. ഇന്ന് സ്വിച്ച് ബോർഡ് വെച്ച് കളിച്ച് ഇലക്ട്രീഷ്യൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരിടുന്നത് ഓട്ടോമേഷനാണ്, റോബോട്ടിക്സാണ്. അവൻ പഠിച്ച കാര്യങ്ങളേ അല്ല. അപ്പോൾ അവൻ എന്താ ചെയ്യേണ്ടത്? സ്വന്തം അപ്ഡേറ്റഡ് ആവണം. അവൻ എന്നും ഹോം സ്കൂളിംഗ് നടത്തിക്കൊണ്ടിരിക്കണം. ഒരാൾക്ക് ഇന്ന് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ പഠിച്ചുകൊണ്ടേ ഇരിക്കണം. അത് അവസാനിക്കുന്നൊരു പ്രക്രിയയല്ല, പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ സത്യാവസ്ഥ എന്താ വെച്ചാൽ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറാനുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വിദ്യാർത്ഥികൾ
ഒരുപാട് കാര്യങ്ങൾ മാറി ചിന്തിക്കാനുണ്ട്. കാരണം എല്ലാം നമുക്ക് വായിൽ വെച്ച് തരില്ല. സ്പൂൺ ഫീഡിങ് നിർത്തി. നമ്മളിനി സ്വയം പഠിക്കാൻ ശ്രമിക്കണം. എല്ലാ കാര്യങ്ങളും സ്വയം കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. പല കാര്യങ്ങളും സംശയം തോന്നും, ടീച്ചേഴ്സ് ഉണ്ടാവും, ചോദിക്കാൻ ശ്രമിക്കണം. നമ്മൾ ഇനി മടി വിചാരിക്കുന്നില്ല. എല്ലാവരും നേരിട്ട് നമുക്കൊരു പുതിയൊരു വിദ്യാഭ്യാസ രീതി തന്നെ നമുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പരിശ്രമിക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വീഡിയോ, ഇഷ്ടപ്പെടാത്തവരുണ്ടാവും വീഡിയോ. കാരണം എല്ലാവരും പരമ്പരാഗതമായ വിദ്യാഭ്യാസ രീതിയിലൂടെ കടന്നു വന്നിട്ടുള്ളവരാണ്. പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്തഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക. കാരണം നമ്മളിത് 2ാമത്തെ വീഡിയോ ആണ് എഡ്യൂക്കേഷനെ പറ്റി ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ്റെ 5 നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് വരിക. അതുപോലെ തന്നെ എല്ലാവരും കൂടുതൽ വീഡിയോയ്ക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.